എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റീൽ ലൂപ്പ് ആൻഡ് സ്റ്റെർ ലൂപ്പ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആ രണ്ട് ലൂപ്പുകളെ കുറിച്ചിട്ടാണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ലൂപ്പിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. പാസ്റ്റ് എന്നുള്ള വേർഡ് നോക്കാം, അതിൽ സ്റ്റീൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അതേസമയം പോസ്റ്റർ എന്നുള്ള വേർഡ് നോക്കാം, അതിൽ സ്റ്റെർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ ലൂപ്പുകളുടെയും വലിപ്പം എങ്ങനെയാണ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെ ഉപയോഗിച്ചാൽ ഏതൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 15 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ വായിക്കും. 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കാനും ആൻസർ മാർക്ക് ചെയ്യാനും വേണ്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ 10 സെക്കൻഡ് സമയം കൊണ്ട് കറക്റ്റായിട്ട് ഓപ്ഷൻ നോക്കാം. ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒരു പേപ്പറിൽ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. 15 ക്വസ്റ്റ്യൻസ് ആണ് ലൂപ്പ് സ്റ്റീ ആൻഡ് സ്റ്റെർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്മോൾ ലൂപ്പ് റെപ്രസെൻറ്റ്സ് ഡാഷ്. Answer option B, steel loop. Second question: a large loop represents dash. Answer option A, ster loop. Third question: steel loop is represented by a loop made dash. Answer option A, half the length of the stalk. Fourth question: ster loop is represented by a loop made dash. Answer option B, 2/3 of the length of the stalk. Fifth question: the steel loop is written with the dash motion to straight stalks. Answer option B, left. Sixth question: the steel loop is written dash curves. Answer option C, inside. Seventh question: steel loop is always read dash at the beginning of the stalk and dash at the end. Answer option A, first last. Eighth question: steel loop cannot be employed finally when a dash. Answer option A, vowel follows.
Ninth question. The steel loop may be employed finally to represent the sound of dash. Answer option C, D. 10th question. Stir loop is never written at the dash. Answer option A, beginning of an outline. 11th question. The stir loop is written with the dash motion to straight strokes. Answer option B, left. 12th question. The stir loop is written dash curves. Answer option C, inside. 13th question. The steel loop cannot be employed when dash. Answer option A, vowel occurs between S and T. 14th question. The stir loop cannot be written when a dash. Answer option B, strongly sounded vowel occurs between T and R. Last question. The T and stir loops may be used dash where a good joining results. ആൻസർ ഓപ്ഷൻ ബി, മീഡിയലി. നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ 15 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസും ഓരോ ക്വസ്റ്റ്യനും ആൻസറാണ്. അപ്പോൾ ഓപ്ഷൻസ് കൂടി പഠിച്ചു വെക്കുക. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. Thanks for watching. Have a nice day.